പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു പ്രഭാതം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകി. ഇന്ന് പകൽക്കാലം വളരെ സന്തോഷമുള്ള ഹൃദയത്തോടെ നമുക്ക് ദൈവസ്ഥനിൽ കടന്നു വരാൻ കർത്താവ് പറഞ്ഞു, നിങ്ങൾ കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. സന്തോഷമുള്ള ഒരനുഭവമാണ് ഇന്ന് പകൽക്കാലം ദൈവം നമുക്ക് നൽകാൻ പോകുന്നത്. നമ്മെ അധികമായി സന്തോഷിപ്പിക്കുന്ന ദൈവത്തിന്റെ വചനവും നമ്മുടെ ആദിമ പിതാക്കന്മാർ ജീവിച്ചു പോയ വഴികളും ഒക്കെ ഓർക്കുമ്പോൾ, ദൈവം അവരെ നടത്തിയ വിധങ്ങളൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് എത്ര സന്തോഷമാണ്. അതെ, നമുക്കറിയാം 22-ാം സങ്കീർത്തനം 4-5 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ചെയ്ത ചില കാര്യങ്ങളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. 22-ാം സങ്കീർത്തനം 4-5 വാക്യം പിതാക്കന്മാർ എന്താണ് ചെയ്തത്? ഒന്നാമത് അവിടെ പറയുന്നുണ്ട്, അവർ ദൈവത്തിൽ ആശ്രയിച്ചു. ദൈവസ്തോത്രം. നമ്മുടെ പിതാക്കന്മാരുടെ വിജയത്തിന്റെ ഏക കാരണം അവർക്ക് മനുഷ്യാശ്രയത്തെക്കാൾ ഉപരിയായി അവർ ദൈവത്തിൽ ആശ്രയിച്ചു. വിഷമങ്ങൾ വന്നപ്പോൾ, അവർ തകർന്നു പോകുമെന്നവർ കരുതിയ സമയത്ത് അവർ ആശ്രയിച്ചത് ദൈവത്തിലാണ്. എന്നെ ശ്രദ്ധിക്കുന്ന സഹോദരങ്ങളെ, മനുഷ്യാശ്രയത്തിനേക്കാൾ എത്രയോ ഗുണകരമാണ് ദൈവത്തിലുള്ള ആശ്രയം. യേശുവിന്റെ സാന്നിധ്യം നമ്മുടെ മേലുണ്ടോ? യേശുവിന്റെ സാന്നിധ്യത്തിന്റെ മറവിലാണ് നാം ആയിരിക്കുന്നതെങ്കിൽ നമുക്ക് അവിടെ എല്ലാം വിജയമാണ്. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ എത്രയോ കഷ്ടതയിൽ കൂടെ അവർ കടന്നുപോയത്. അവർ അനേക കഷ്ടതയിൽ കൂടെ കടന്നുപോയി. പക്ഷെ ആ കഷ്ടതയുടെ നടുവിൽ അവർ ആശ്രയിച്ചത് ദൈവത്തിൽ മാത്രമാണ്. ദൈവമല്ലാതെ വേറെ ആരും അവർക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് ഒരുപാട് നന്മകൾ അവർക്ക് കിട്ടിയത്, ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടി. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ അവർ പ്രാർത്ഥനയ്ക്കുകയോ ആരാധിക്കുകയോ ഒക്കെ ചെയ്തു. അതിന്റെ അനുഗ്രഹങ്ങളും നന്മകളൊക്കെ ഇന്നത്തെ തലമുറകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പിതാക്കന്മാർ വെച്ചിട്ട് പോയ ഒന്നാമത്തെ മാതൃക, അവർ ദൈവാശ്രയമുള്ളവരായിരുന്നു. രണ്ടാമത് അവിടെ പറയുന്ന രണ്ടാമത്തെ ദൈവത്തോട് അവർ നിലവിളിച്ചു എന്ന് പറഞ്ഞാൽ, ആവശ്യങ്ങൾ ധാരാളമായിരുന്നു അവർക്ക്. ആ ആവശ്യങ്ങൾ മറ്റുള്ള മനുഷ്യരോട് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു സ്വഭാവം അവർക്കില്ലായിരുന്നു. രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ കേട്ടപ്പോൾ അവർ പോയത് പെട്ടെന്ന് അവന്റെ പ്രാർത്ഥനാ മുറിയില്ല. തന്റെ കൂടെ താമസിക്കുന്ന പെനീന ഹന്നയെ വേദനിപ്പിക്കുന്നു എന്ന് കണ്ടപ്പോൾ ഹന്ന ഓടിപ്പോയത് ദൈവാലയത്തിലാണ്. ദൈവസന്നിധിയിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമാണ്. അപ്പൊ ദൈവത്തോട് നിലവിളിച്ച് മാതൃക കാട്ടി വിജയം കൈവരിച്ചവരാ നമ്മുടെ പിതാക്കന്മാരെങ്കിൽ, അതേ മാതൃക ഇന്ന് നമുക്കും ഉണ്ടാകണമെന്ന് പരിശുദ്ധാത്മാവ് പറയാം. ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന എത്ര പേരുണ്ടെന്ന് പ്രിയപ്പെട്ടവരെ, രാവും പകലും ദൈവം നമുക്ക് നൽകുന്ന അവസരങ്ങളിൽ മുഴങ്കാൽമേലിരുന്ന് ആത്മശക്തിയോടെ നിലവിളിക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് നിങ്ങളോട് പറയുന്നു, നിലവിളിക്കുന്നവരുടെ നിലവിളിയുടെ ശബ്ദം കേട്ട് തന്റെ ജനത്തിനു വേണ്ടി സ്വർഗം ചായിച്ചിറങ്ങി വന്ന് തന്റെ ഭക്തന്മാരെ വിടുവിച്ച് നടത്തുവാൻ ശക്തനായ ഒരു ദൈവത്തെയാണ് നിങ്ങൾ ആരാധിക്കുന്നത്. ആ ദൈവം നിങ്ങളുടെ നിലവിളി കേൾക്കും. ആ ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. ആ ദൈവം നിങ്ങളുടെ കണ്ണുനീരിനെ തുടയ്ക്കും. പിതാക്കന്മാരുടെ വിജയത്തിന്റെ കാരണം അതായിരുന്നു. ആദിമ സഭ വളരാനുള്ള കാരണം എന്താ? പത്രോസ് കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ സഭ അതേ ചെയ്ത ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. അവർ മനുഷ്യരിൽ ആശ്രയിച്ചല്ല പോയത്. സഭ ഒരുമിച്ച് കൂടി ശ്രദ്ധയോടെ പത്രോസിന്റെ വിടുതലായി സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. നമുക്ക് പ്രതികൂലങ്ങൾ വരുമ്പോൾ നമ്മൾ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കണം. ആ വിഷയത്തിൽ മാത്രം നാം കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ മാത്രമേ ദൈവപ്രവൃത്തി വെളിപ്പെടത്തുള്ളൂ. നിസ്സദ്ധയോടെ എത്ര പേർക്ക് ഇന്ന് പ്രാർത്ഥിക്കാൻ കഴിയും? 24 മണിക്കൂർ നമുക്ക് ഒരു ദിവസം ലഭിക്കുമ്പോൾ ഈ 24 മണിക്കൂറിൽ എത്ര സമയം ഒരു ശ്രദ്ധയേറിയ പ്രാർത്ഥന കഴിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ട്? നിങ്ങൾ ശ്രദ്ധയോടെ കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകും. അപ്പോൾ ആദിമ പിതാക്കന്മാർ വെച്ചിട്ട് പോയ 2 മാതൃകകളെ ഞാനിവിടെ പറഞ്ഞു. 1, അവർ ദൈവത്തിൽ ആശ്രയം വെച്ചു. 2, അവർ ദൈവത്തോട് നിലവിളിച്ചു. ഇന്ന് പകൽക്കാലം നിങ്ങളും ദൈവത്തിൽ ആശ്രയം വയ്ക്കുക. നിങ്ങളും ദൈവത്തോട് നിലവിളിക്കുക. മനുഷ്യരിൽ ആശ്രയിച്ച് മനുഷ്യരുടെ മുൻപിൽ നിലവിളിച്ച് നടക്കാതെ ദൈവത്തിന്റെ പാതാരബിന്ദുകളിൽ ഇരുന്ന് നിങ്ങളുടെ സകല ആവശ്യങ്ങളും സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക. യേശു ക്രിസ്തുവിന്റെ രക്തം നമ്മുടെ സകല പാപങ്ങൾക്കും പരിഹാരമായി തീർന്നതുപോലെ യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം
നമ്മുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. ദൈവാശ്രയം മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. മനുഷ്യരിൽ ആശ്രയിക്കരുത്. മനുഷ്യന്റെ വാക്കുകൾ മാറിപ്പോകാം, അവൻ നമ്മളോട് പറയുന്ന ഉടമ്പടികൾ മാറിപ്പോകാം. പക്ഷെ ദൈവം തന്ന ഉടമ്പടിയും വാക്കുകളും ഒരിക്കലും മാറുകയില്ല സഹോദരങ്ങളെ. ഇന്ന് പകൽക്കാലെ കരയുന്നവരോട് ചേർന്നിരുന്ന് കരഞ്ഞ് അവർക്ക് ആശ്വാസം കൊടുക്കുന്ന ഒരു നല്ല കർത്താവിനെ നാം അതേ സ്തുതിക്കുമ്പോൾ വിശ്വാസത്തോടെ നെഞ്ചത്ത് കൈവച്ച് പറഞ്ഞു, കർത്താവേ, അങ്ങല്ലാതെ എനിക്ക് ആശ്രയിപ്പാൻ ഈ ഭൂമിയിൽ വേറെ ആരുമില്ല. അങ്ങയോടല്ലാതെ നിലവിളിക്കുവാൻ എനിക്ക് വേറെ ആരുമില്ലാകിയാൽ ഇന്നത്തെ എന്റെ വഴിയാത്രയിൽ അങ്ങാണ് എന്റെ ആശ്രയം. ഇന്നത്തെ എന്റെ ആവശ്യഘട്ടങ്ങളിൽ, എന്റെ വിശപ്പിന്റെ മധ്യത്തിൽ, എന്റെ പ്രാർത്ഥനയുടെ നടുവിൽ അങ്ങാണ് എനിക്ക് സഹായകൻ. ഞാൻ അങ്ങയോടാ നിലവിളിക്കുന്നതെന്ന് എത്ര പേർക്ക് പറയുവാൻ കഴിയും? ഈ വിശ്വസ്തനായ ദൈവത്തെ കണ്ണുനീരോടൊന്ന് വിളിച്ചാട്ട് നിലവിളിച്ചാട്ട് ഇന്ന് അത്ഭുതങ്ങൾ നടക്കും. ആകയാൽ ഈ വചനം ഇന്ന് പലകാലം നിങ്ങൾക്കൊരു അനുഗ്രഹമാകട്ടെ. സ്നേഹവാനായ ദൈവത്തിന്റെ സന്നിധി നിങ്ങളെ തന്നെ സമർപ്പിച്ച് ആശ്രയിച്ചോളുക, നിലവിളിച്ചോളുക. അത്ഭുതം വേഗത്തിൽ നടക്കും. ദൈവത്തിന്റെ സ്തോത്രം. ആകയാൽ ഈ വചനങ്ങളാൽ ദൈവം ഇന്ന് പകൽക്കാലം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.